ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റെനോൾട്ട് കോളിയൂസ് ആണ്. റെനോൻ്റെ ഒരു HCV മോഡലിൽ ഇറക്കിയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അതിൻ്റെ ഡീസൽ എൻജിനാണിത്. ആ ഡീസൽ എൻജിൻ നമ്മൾ താഴെ ഇറക്കി വയ്ക്കാനുള്ള കാരണം എൻജിന് ഒരുപാട് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും വേണം. അപ്പോൾ മൊത്തത്തിൽ എൻജിൻ ഇറക്കി ചെയ്യാമെന്നുള്ളൊരു പ്ലാനായി. അപ്പോൾ എൻജിൻ ഇറക്കിയത് ഓയിൽ ലീക്ക് സംബന്ധമായിട്ടുള്ള പണിക്ക് മാത്രം വേണ്ടിയിട്ടാണ്. എൻജിൻ വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് അതേമാതിരി ഗിയർ ബോക്സ് സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഓയിൽ ലീക്ക് ഉണ്ട്. ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് എൻജിൻ ഇറക്കിയിട്ടുള്ളത്. പിന്നെ EGR ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം മാറ്റണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് വാൾ കവർ, അതേമാതിരി ടൈമിങ് സൈഡിൽ വരുന്നുണ്ട്, മെയിൻ ഓയിൽ സീൽ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 2 പാർട്ടായിട്ട് ഈ വീഡിയോ കാണിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിക്കണം. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതിൻ്റെ അതിൻ്റെ ഒരു ടോപ്പ് ഗിയർ സീലും പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം. പിന്നെ ഇത് ഒരു 2.5 ലിറ്റർ ഡീസൽ എൻജിനാണ്. ഇതേ എൻജിൻ തന്നെയാണ് നിസാൻ എസ്-ട്രൈലിന് കൊടുത്തിട്ടുള്ളത്. ഈ റെനോയും നിസാനും കൂടി ചേർന്നിട്ട് തന്നെയാണ് അവരെല്ലാ വണ്ടിക്കും ഡീസൽ എൻജിനൊക്കെ ഇത് തന്നെ സെയിം ആയിട്ട് വരില്ല. ഇപ്പോൾ ഡസ്റ്റർ ആയാലും ലോഗണായാലും എല്ലാ വണ്ടിക്കും ഓരോ എൻജിൻ തന്നെയാണ് വരുന്നത്. പിന്നെ ലീക്കുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഓരോ ഘട്ടമായിട്ട് ഇത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബെൽറ്റൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്തായാലും ബെൽറ്റ്, ടൈമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു നിഗമനത്തിലാണ്. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മളത് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ വാൾ കവർ അയക്കണം. വാൾ കവർ ഫുള്ള് ബോണ്ടിൽ നമ്മളെ ഇത് വരുന്നില്ല, ഗ്യാസ്കറ്റ് ഒന്നും വരും. നമ്മളെ സ്വിഫ്റ്റിനൊക്കെ വരുന്ന പോലെ എക്സ്ട്രാ ടൈമിങ് കവറിനൊരു പാക്കിംഗ് ഒന്നുമില്ല. ഒക്കെ നല്ല ഗമ്മിൽ തന്നെയാണ് അത് പിടിപ്പിച്ചിട്ടുള്ളത്. എൻജിൻ ഉള്ളിലൊക്കെ സാധാ ഓപ്പോസിറ്റ് ഒന്നല്ല വരുന്നത്, സാധാ ത്രെഡ് തന്നെയാണ് വരുന്നത്. നോർമൽ അയക്കണ സ്ഥലത്തേക്ക് തന്നെയാണ് അയക്കൽ. ഇതൊക്കെ ഉണ്ടല്ലോ, എൻജിൻ പുള്ളി അയച്ചപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ലീക്ക് വന്നത് കണ്ടോ. ലീക്ക് വന്ന് പൊടി പിടിച്ച് കിടക്കുകയാണ്. അല്ല, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും വേണം. ആ ഭാഗത്ത് സീല്, ടോപ്പ് ഗിയർ സീല് എങ്ങനെയാണോ വരുന്നതെന്നുള്ള അറിയില്ല. ടൈമിങ് കവറും അസംബ്ലിയാണോ വരുന്നത്, സെപ്പറേറ്റ് സീല് കിട്ടുമെന്നുള്ളത് എന്തായാലും എല്ലാ ഭാഗങ്ങളും അയക്കുമ്പോഴേ നമുക്ക് എല്ലാ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാവണമെന്നുള്ളൂ. വാട്ടർ പമ്പും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് കാണിക്കണില്ല. അത്രയൊന്നും വലിയ കംപ്ലൈൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യണുള്ളൂ. എല്ലാം അടക്കി മാറ്റണില്ല. മറ്റേത് ഈ വണ്ടിൻ്റെ റയറാണ്. എന്തായാലും സാധനങ്ങൾ കിട്ടാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളും മേജറായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്.
ഇതിൽ നമ്മൾ എല്ലാ ബോൾട്ടും അയച്ചെടുത്താലും പോലും ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് നമുക്ക് അയക്കാതെ ഈ ടൈമിംഗ് കവർ പോരില്ല. അതും ഈ ടൈമിംഗ് കവറിൻ്റെ മുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുക അത് ഒരു ഹോളിൽ വരുന്നതാണ്, അത് ആ എഞ്ചിൻ്റെ മുകളിൽ വരുന്നതാണെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതങ്ങനല്ല. അവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് അയക്കാതെ ടൈമിംഗ് കവർ പോരില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബോൾട്ട് നമ്മളിത് ഇളക്കി എടുക്കാൻ നോക്കുമ്പോൾ പോകുന്നിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് മൊത്തത്തിലാണ് വരുന്നതെന്നുള്ളത്. കണ്ടില്ലേ? എന്തായാലും സ്വിഫ്റ്റിൻ്റെ ഒക്കെ പോലെ തന്നെ ടൈമിങ് ചെയിന് കുറച്ച് വണ്ണം കൂടുതലുള്ളൂ എന്നുള്ളൂ. ഡബിൾ ക്യാം തന്നെയാണ് വരുന്നതെങ്കിലും ഒരു ഒറ്റ ക്യാമ് വലിയ വീലിൽ ഒരു ക്യാമ് വന്നിട്ട് ബാക്കിൽ ക്യാമിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗിയറിലാണ് രണ്ടാമത്തെ ക്യാമിനെ തിരിക്കുന്നത്. അതായത് ഈ ലെഫ്റ്റ് എക്സോപ്റ്റ് സൈഡിൽ വരുന്ന ക്യാമ് അതിന് ഗിയറാണ് വരുന്നത്. അതായത് മില്ലിങ് ആയിട്ട് ഈ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ചെയിൻ കുടുക്കിയിട്ടുള്ളത് വലിയ ക്യാമ് വരുന്നത്. സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചെയിൻ്റെ മുകളിൽ തന്നെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം ടൈമിങ്ങിലാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പമ്പ് വരുന്നുണ്ട്. പമ്പിനൊരു പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. പമ്പാണ്, ഓയിൽ പമ്പാണ്. അതിനൊരു ചെയിൻ വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അതൊരു സ്പോക്കറ്റ് ഉള്ളിൽ വരുന്നുണ്ട്. അതിൻ്റെ ചെയിൻ സ്പോക്കറ്റും ഡബിളായിട്ട് തന്നെയാവും വരുന്നത്. എന്താ വെച്ചാൽ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അയച്ചെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും. ഇതൊക്കെ തന്നെയാണ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടി വരിക. ഇപ്പോൾ വാൾ കവർ അതേമാതിരി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാൾ കവറൊന്നും അയച്ചിട്ടില്ല. നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് ഹെഡ് റിമൂവ് ചെയ്തിട്ടില്ല. ഹെഡിൻ്റെ ഇളക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ഓയിലും ഇതൊക്കെ നമ്മൾ ഈ ഡീസലിട്ട് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. ഓർഡർ പ്രകാരം നമുക്ക് സാധനം കിട്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ കാണിക്കും. ഇപ്പോൾ ഫുൾ ക്ലീനിങ്ങിലാണ്. ഇനി നല്ല ഡീസലിട്ട് നമ്മൾ ഓരോ ഹോളും വേസ്റ്റൊക്കെ വെച്ച് അടച്ച് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഊരാന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ നമ്മൾ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയതിൻ്റെ ശേഷം നമ്മുടെ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.